എല്ലാവർക്കും ഡൈവീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ DS900BT നമ്മൾ ഇമ്മോ ഫങ്ഷൻസ് വർക്കിംഗ് ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ടേബിളിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കണക്ടർ റിഡ്സിന് കംപ്ലീറ്റ് കിറ്റ് നമ്മൾ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്യാൻ ബോക്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, PC കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മീറ്റർ, അതേപോലെ ECM, ഇമ്മൊബിലൈസർ, 2 സ്പെയർ കീ ഇരിക്കുന്നുണ്ട്. സോ നമുക്ക് ചെക്ക് ചെയ്യാം DS900-നകത്ത് ഇമ്മോ ഫങ്ഷൻസ് കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ റിഡ്സിൽ ഇമ്മോ ലൈറ്റ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന സ്പാനർ ലൈറ്റ് ആണ്. സ്പാനർ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു ഇമ്മോയുടെ അകത്ത് ഒരു കീം വെച്ചിട്ടുണ്ട്. സോ മാക്സിന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക്സ് ഓപ്പൺ ചെയ്യാം. ഡയഗ്നോസ്റ്റിക്സിലല്ല ഈ ഫങ്ഷൻ വരുന്നത്. നമ്മൾ നേരെ ബാക്ക് വരിക, സർവീസ് എടുക്കുക. സർവീസിൻ്റെ അകത്ത് ഇമ്മോ, അതായത് ഇമ്മോ കീസ് സെലക്ട് ചെയ്യാം. ഇമ്മോ കീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഏഷ്യ പോവാം. ഏഷ്യയുടെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇമ്മോയുടെ സിഗ്നലുള്ള ഇമ്മോയുടെ ആ ഒരു എംബ്ലം കാണാൻ പറ്റും. സുസുക്കി, മാരുതി സുസുക്കി, ഹുണ്ടായി, മഹീന്ദ്ര, ടാറ്റ, കിയ, നിസാൻ. ഓൾറെഡി നമ്മുടെ ഒരു നോർമൽ വർക്ക്ഷോപ്പിൽ തന്നെ എല്ലാ വെഹിക്കിൾസിൻ്റെയും കീയുടെ ഫങ്ഷൻസിനകത്ത് ഇപ്പോൾ ആഡായിട്ടുണ്ട്. അതല്ലാതെയുള്ള കാറുകൾക്കൊക്കെ നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും. അതായത് നമ്മുടെ XP400 അതല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ തന്നെ പ്ലഗിങ്സ് ആയിട്ടുള്ള ഡിവൈസുകൾ ആവശ്യമായിട്ട് വന്നുകൊണ്ടാണ് ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഡയഗ്നോസ്റ്റിക്സ് ഡിവൈസിനകത്ത് നമ്മുടെ നോർമൽ ഗ്യാരേജിന് ആവശ്യമായിട്ട് എന്തെങ്കിലും കീ പ്രോഗ്രാമിങ്ങോ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നത്. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ നമുക്ക് റിഡ്സിൻ്റെ പ്രോഗ്രാമിങ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ, കാരണം ബാലൻസ് ഓൾറെഡി എല്ലാം നമ്മൾ ചെക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടത്, ടേബിളിലേക്ക് വേണ്ടത് നമുക്ക് നമുക്ക് അതിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്ത് നോക്കാം. സോ നോർമലി നമ്മൾ മാറ്റി സ്കിറ്റ് അകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വിൻഡോ ഓൾറെഡി ചെക്ക് ചെയ്താണ്. നമുക്ക് കറക്റ്റ് ഒരു IM5 സെറീൻ്റെ 6 സെറീൻ്റെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. നമുക്ക് നേരെ സിസ്റ്റം സെലക്ഷനിലേക്ക് പോകാം. സോ അതിൻ്റെ അകത്ത് നോർമലി വരുന്ന പോലെ തന്നെ, അതായത് കീ പ്രോഗ്രാമിംഗ് ടൂൾ ഉള്ള പോലെ തന്നെയുള്ള എല്ലാ മെനൂസും ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇമ്മോ സ്റ്റാറ്റസ് സ്കാനിലേക്ക് പോകാം. ഈ ഒരു DS900-നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈൻ ഫങ്ഷൻസ്, കോഡിങ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ബേസിക് ടൂൾ അല്ലാത്ത ഒരു പ്രീമിയം ടൂളിൻ്റെ ഇൻബിറ്റ്വീനായിട്ട് ഒരു ഗ്യാരേജിലേക്ക് വേണ്ട, അതായത് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ ഡയഗ്നോസ്റ്റിക്സും കാര്യങ്ങളും ചെയ്യുന്ന, കൂടുതൽ ഇന്ത്യൻ വെഹിക്കിൾസ് ഫോക്കസ് ചെയ്യുന്ന ഒരു ഗ്യാരേജിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് DS900BT. ഇതിൻ്റെ VCA നമ്മൾ വരുന്നത് ബ്ലൂടൂത്ത് VCA വരുന്നത്. ഓക്കെ, നമ്മൾ ഇമ്മോ സ്റ്റാറ്റസ് സ്കാൻ വന്നിട്ടുണ്ട്. ഇമ്മോ സ്റ്റാറ്റസ് സ്കാൻ ഡയഗ്നോസ്റ്റിക്സ് ചെയ്യണവർക്ക് ഇമ്മോ സ്റ്റാറ്റസ് സ്കാൻ്റെ ഫംഗ്ഷൻ അറിയില്ലായിരിക്കും. ഇമ്മോ സ്റ്റാറ്റസ് സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്മോ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സുകളുടെ ഫോൾ കോഡും അതിൻ്റെ ഇതെല്ലാം സിംഗിൾ വിൻഡോയിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്മോ സ്റ്റാറ്റസ് സ്കാൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഹോട്ടലിനകത്ത് വരുന്നത്. സോ നമ്മൾ നേരെ പോകുന്നത്, നമ്മൾ നേരെ ഓൾ കിലോസിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ അടിയിൽ കാണാൻ പറ്റും ഓൾ കിലോസ് ഗൈഡഡ്. സോ ഈ ഒരു ടൈമിൽ ഞാൻ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, കാരണം പിൻ കോഡ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് കോഡ് എടുത്തിട്ട് ഇതിന് മുമ്പുള്ളൊരു വിൻഡോയിൽ നിങ്ങൾ കണ്ടായിരുന്നു പിൻ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട്, ആ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് നമ്മളിവിടെ തിരിച്ച് ടൈപ്പ് ചെയ്യേണ്ടി വരും. സോ അതിൽ നമ്മൾ നെറ്റ് കണക്ട് ചെയ്യുകയാണെങ്കിൽ സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുന്നു. സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഒരു ചോദിക്കുന്നത് ഇതിനകത്തുള്ള എല്ലാ കീസ് എറേസ് ചെയ്തിട്ടാണ് പുതിയ കീസ് ആഡ് ആവുള്ളൂ. അപ്പോൾ അത് ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇതിൽ ചോദിക്കും നിങ്ങൾക്ക് എസ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിൻ നെറ്റ്വർക്ക് കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. അതല്ല നോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി പിന്നെ ടൈപ്പ് ചേർക്കേണ്ടി വരും. നമ്മൾ എസ് കൊടുക്കുക, നമ്മൾ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടൂളിന് ഓൺലൈനിലെ പിൻ കോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. പിൻ വെരിഫിക്കേഷൻ സക്സസ് ആണ്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കീ ലേണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കീ ഇൻസേർട്ടഡ് ആണ്, അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ടു ലേണിംഗ്. യെസ്, നമുക്ക് ഒരു കീയും കൂടി ലേൺ ചെയ്യാണ്ട്, അതുകൊണ്ട് ഞാൻ നേരെ എസ് പ്രസ് ചെയ്യുക. അപ്പോൾ ഒന്ന് നമ്മൾ ഇഗ്നിഷൻ ഓഫ് ചെയ്തിട്ട് നെക്സ്റ്റ് കീ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മാറ്റി വെച്ചു, നമ്മുടെ സെക്കൻഡ് കീ ഇൻസേർട്ട് ചെയ്തു, വീണ്ടും ഇഗ്നിഷൻ ഓൺ ആക്കി ഓക്കെ കൊടുക്കുന്നു. സോ ഈ സെക്കൻഡ് കീ ലേണിംഗ് ഫെയിൽഡാണ് വന്നേക്കുന്നത്. നമുക്ക് കറൻ്റ് ഒരു കീയാണ് പ്രോഗ്രാം ആയിരിക്കും. നമുക്ക് അപ്പോൾ ആ ഒരു കീ ഇട്ടിട്ട് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഞാൻ നേരെ എസ്കേപ്പ് അടിച്ചു. നേരെ നമുക്ക് ക്ലസ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഞാൻ ഒന്ന് ഇഗ്നിഷൻ ഓഫ് ചെയ്തു, ഓണാക്കി. നിലവിലുള്ള കീ ബ്ലിങ്കിങ് ആണ്, കാരണം നമ്മൾ ലാസ്റ്റ് ചെയ്ത കീ ലേണിംഗ് ഫെയിൽഡ് എന്നാണ് കാണിച്ച് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ചെയ്ത കീ ജസ്റ്റ് ഇഗ്നിഷനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തു.
എന്നിട്ട് വീണ്ടും ഇഗ്നിഷൻ ഓഫ് ചെയ്തു, വീണ്ടും ഇഗ്നിഷൻ ഓൺ ചെയ്തു. സോ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലൈറ്റ് സ്റ്റേബിളായി ബ്ലിങ്ക് ചെയ്യുന്നില്ല, അത് ഓഫായി പോയി. സോറി, കത്തിയിട്ട് വീണ്ടും വന്നു, മറ്റേ ഇമ്മോ എടുത്തിട്ടില്ല എന്നിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതാണ് നമുക്ക് DS900BTനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. നോർമലി ഒരു പ്രീമിയം ചെയ്യുന്നുണ്ട്. പ്രീമിയം എന്ന് പറയുന്നത് ഒരു ഹെവി പ്രീമിയം അല്ല, ഒരു മിഡ് പ്രീമിയം കാറുകളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ വെഹിക്കിൾസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഗ്യാരേജിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് MX900 നെക്സ്റ്റ് ഓപ്ഷൻ എന്ന നിലയിൽ DS900BT എടുക്കാം. സോ ഈ ടൂളിനെ പറ്റി കൂടുതൽ അറിയണം, അതിൽ ടൂൾ എങ്ങനെ പർച്ചേസ് ചെയ്യാം, നമ്മൾ സെല്ലറാണ്, നിങ്ങൾക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, ടൂളിൻ്റെ സപ്പോർട്ടും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയണോ, ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മൾ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.